വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബോച്ചയെ നിർത്തിപ്പൊരിക്കുന്ന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ജാമ്യം നൽകിയിട്ടും എന്തുകൊണ്ട് ഇന്നലെ പുറത്തിറങ്ങിയില്ല? കോടതിക്കു നേരെ യുദ്ധപ്രഖ്യാപനമോ? ബോബി നിയമത്തിന് മുകളിലോ? ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും കോടതി. ബോബി തടവുകാർക്കൊപ്പം ജയിലിൽ ആസ്വദിക്കട്ടെ. നാവികസേനയ്ക്ക് പുത്തൻ കപ്പൽ കരുത്ത്. അന്തർവാഹിനിയും 2 യുദ്ധക്കപ്പലുകളും കമ്മീഷൻ ചെയ്ത് പ്രധാനമന്ത്രി. ഇന്ന് ഭാരതീയ കരസേനാ ദിനം. തിരുവനന്തപുരം പൂവാർ കപ്പൽ നിർമ്മാണശാലയോട് സർക്കാർ അവഗണന. കേന്ദ്രമയച്ച കത്തിന് മറുപടി നൽകാതെ കേരളം. നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി പൊളിക്കും. ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. നടപടി വേഗത്തിലാക്കാൻ പോലീസ്. കുടുംബം ഹൈക്കോടതിയിലേക്ക്. ജില്ലാ ഭരണകൂടം തങ്ങളെ കേട്ടില്ലെന്ന് ആക്ഷേപം. കാട്ടാനക്കലി തീരുന്നില്ല. മലപ്പുറം മൂത്തേടത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് വനവാസിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഉച്ചക്കുളം ഊരിലെ നീലി. ആക്രമണം വനവിഭവങ്ങൾ തേടിപ്പോകും വഴി. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന മരുന്നിനു മാത്രം. വയനാട് 1 വർഷത്തിനിടെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ. തലസ്ഥാനത്ത് 50 പരിശോധനകളെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടർ. ജനം ബിഗ് ബ്രേക്ക്. പെരിയ കേസിൽ വീണ്ടും CPM പണപ്പിരിവ്. ധനസമാഹരണം സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിൽ പാർട്ടി അംഗങ്ങൾ 500 രൂപ വീതം നൽകണമെന്നും നിർദ്ദേശം. ലക്ഷ്യം 2 കോടി പിരിച്ചെടുക്കൽ. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. കാരണഭൂതനായി വീണ്ടും പുകഴ്ത്തുപാട്ട്. നാളെ ഇടത് യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഗാനമാലപിക്കും. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും വ്യാജ ഫോട്ടോ നിർമ്മിച്ച AAPക്കെതിരെ വീണ്ടും കേസ്. എക്സിൽ പങ്കുവച്ചെന്ന് പരാതി. മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിന് കൂടുതൽ കുരുക്ക്. വിചാരണ ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വാർത്തയിലേക്ക് വിശദമായി. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. കോടതിയോട് നാടകം കളിക്കരുതെന്ന് ബോബിയോട് ഹൈക്കോടതി. ബോബി നിരുപാധികം മാപ്പ് പറയണം. പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് 1:45 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് ഹൈക്കോടതിയുടെ ആദ്യ കടുപ്പിക്കലിന് തൊട്ടു പിന്നാലെയായിരുന്നു. പക്ഷേ പിന്നീട് കൃത്യമായ മറുപടി വേണം, നിരുപാധികം മാപ്പ് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിങ്ങൾ നിയമത്തിന് മുകളിലാണോ എന്ന ചോദ്യമുയർത്തി. ഇന്നലെ എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യമുയർത്തി
കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്താണ് കോടതി പറഞ്ഞത്? ബോബി ചെമ്മണ്ണൂർ ഇന്നലെ വൈകുന്നേരം മുതൽ ജയിലിലും ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ആരാധകർ എന്ന് പറയുന്നവർ ജയിലിന് പുറത്തും സൃഷ്ടിച്ച നാടകീയ രംഗങ്ങൾ പൂർണ്ണമായും തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വീക്ഷിച്ചിരിക്കുന്നു, നിരീക്ഷിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥകളെ ധിക്കരിക്കുന്നു, അതിനെ പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി സ്വമേധയാ ഈ കേസ് ആദ്യം തന്നെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 10:15 ഈ കേസ് എടുത്തു. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയതും ബോബി ചെമ്മണ്ണൂർ നിരുപാധിക മാപ്പപേക്ഷ നൽകണമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തും വിലക്കെടുക്കാമെന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി കരുതരുത് എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് കോടതിയോടെ ചോദിക്കുന്നുണ്ട്. കോടതിയോട് നാടകം കളിക്കരുത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താൻ തയ്യാറല്ല. തന്നെ പോലെ ഇവിടെ ജാമ്യം ലഭിക്കാതെ ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാതെ കഴിയുന്ന 26ഓളം പേർ ജയിലിൽ തുടരുന്നുണ്ട്. അവരോടുള്ള പിന്തുണയായും ഇത്തരത്തിൽ നിരവധി ആളുകൾ ജയിലിലുണ്ട് എന്ന് കണക്കാക്കിയും ജയിലിൽ അവർക്കൊപ്പം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ തുടരാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് തന്റേതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജയിലിന് പുറത്തേക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകർ ജയിലിലേക്ക് എത്തിയിരുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ജയിൽ അധികൃതരെ സംബന്ധിച്ചിടത്തോളം, ജയിൽ സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൃഷ്ടിച്ചിരുന്നു. ഇന്ന് രാവിലെയും അതുതന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു നിലപാടായി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 9:30 കോടതി പ്രത്യേകമായി കൂടുന്നു. 10:15 കേസ് പരിഗണിക്കുന്നു. സിംഗിൾ ബെഞ്ച് എന്ന കാര്യം പുറത്തു വരുന്നു. അതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപകടം മണത്തത്, അല്ലെങ്കിൽ തനിക്കെതിരെ നടപടികൾ കൂടുതൽ കർശനമായി ഉണ്ടാകും, കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകും, അത് കടുത്ത നടപടികളായും ജാമ്യം റദ്ദാക്കുന്ന രീതിയിലേക്കും എല്ലാം പോകുമെന്ന് ബോബി ചെമ്മണ്ണൂരിന് ഭയമുണ്ടായത്. അങ്ങനെയാണ് ജാമ്യ നടപടികൾ പൂർത്തിയാക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇന്ന് തയ്യാറാകുന്നതും തുടർന്ന് ബോണ്ടിൽ ഒപ്പിട്ട് നൽകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 9:30 ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം 10 മണിക്ക് മുമ്പായാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത്. എന്നാൽ ഈ പുറത്തിറങ്ങുന്ന സമയത്തും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ജയിലിൽ ഇത്തരത്തിൽ ജാമ്യ പണം കെട്ടിവെക്കാനില്ലാതെ ജാമ്യാപേക്ഷയോടൊപ്പം നൽകേണ്ട, അല്ലെങ്കിൽ ജാമ്യം നൽകുമ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന തുക കെട്ടിവെക്കാനില്ലാതെ നിസ്സാര കേസുകൾക്ക് ജയിലിൽ തുടരുന്നവരുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം എന്ന നിലയിലാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നില്ല. കാരണം കോടതി നടപടികളെ ഭയന്നുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിരുന്നത് അതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ അവിടെ തുടരേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്നു. കോടതി ലക്ഷ്യമൊന്നും കാണിച്ചില്ല എന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പിന്നീട് കേസ് പരിഗണിച്ച കോടതി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാമെന്ന് ഹൈക്കോടതി ഒരു വേള പരാമർശത്തിനിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് എന്നുമെല്ലാമായിരുന്നു കോടതി പ്രധാനമായും ചോദിച്ചിരുന്നത്. കാരണം റിമാൻഡ് തടവുകാരായ മറ്റു ആളുകൾക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത്, അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറുകയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ അതിലൂടെ ന്യായ സംവിധാനങ്ങൾ നിലവിലുണ്ട്. ആ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തിനാണ് ബോബി ചെമ്മണ്ണൂർ അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ മാപ്പപേക്ഷ പറയുന്നതും തെറ്റുപറ്റിയെന്നും അല്ലെങ്കിൽ ഇതിൽ വീഴ്ചയുണ്ടായി എന്നെല്ലാമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അല്പം നിലപാടുകളിൽ മയപ്പെടുന്നതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരുപാധിക മാപ്പ് ബോബി ചെമ്മണ്ണൂർ നൽകണമെന്ന കാര്യം പറയുന്നത്, അത്തരം നടപടികളിലേക്ക് നീങ്ങുകയും എല്ലാം ചെയ്തത്. മുതിർന്ന അഭിഭാഷകരെ ബോബി ചെമ്മണ്ണൂർ അഭിമാനിച്ചു എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. നിയമത്തിന് മുകളിലാണെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യവും ബോബി ചെമ്മണ്ണൂരിന് മുന്നിൽ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. മാധ്യമ ശ്രദ്ധയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിരുന്നത്. 12 മണിക്ക് കാരണം കാണിക്കൽ വിശദീകരിച്ച് നോട്ടീസ് നൽകാൻ, അല്ലെങ്കിൽ അത് വിശദീകരണ മറുപടി നൽകാൻ കൂടി നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു കോടതി ആദ്യം ഈ കേസ് അവിടെ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞു. പിന്നീട് വിശദീകരണം നൽകാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് കേസ് വിശദമായി കോടതി പരിഗണിക്കുന്ന നിലയിലേക്ക് പോയി. ആ പരിഗണിച്ചതിനിടയിലാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നതും ഇതുമായി ബന്ധപ്പെട്ട മാപ്പപേക്ഷ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുകയും എല്ലാം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ 1:45 കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 10 മിനിറ്റിൽ താഴെ മാത്രമുള്ള നടപടികൾക്ക് ശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുറത്തിറങ്ങിയത്. അതുവരെ വീണ്ടും ജയിലിൽ തുടരുക എന്ന ഒരു പ്രതിഷേധ രീതി തന്നെ അവലംബിക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആലോചിച്ചിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ശരിക്കും നാടകം, അതായത് പണി കെട്ടുമെന്ന് ഉറപ്പായപ്പോൾ ജാമ്യമെടുത്ത് പെട്ടെന്ന് പുറത്തു വരുന്നു അല്ലേ?
അങ്ങനെ തന്നെയാണ് തീർച്ചയായും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടകം അല്ലെങ്കിൽ തനിക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്ന രീതിയിലാകാം ബോബി ചെമ്മണ്ണൂർ അത് കരുതിയത് എന്ന് തന്നെയുള്ള ഒരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങനെയാകാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇത് കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനത്തിനും കോടതി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഒന്നും തന്നെ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ജയിലിൽ തുടരാനാണ് തന്റെ താല്പര്യമെന്നും താൻ ജയിലിൽ തന്നെ തുടരുമെന്ന പ്രഖ്യാപനവും എല്ലാം നടത്തുമ്പോൾ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ബോബി ചെമ്മണ്ണൂർ ആ ഘട്ടത്തിൽ കണ്ടിരുന്നില്ല. എന്നാൽ കോടതി ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ കോടതി ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാതെ കോടതി എന്ന നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതായി തന്നെയാണ് കോടതിക്ക് അതിനെ വീക്ഷിക്കാനും വരാം. ഇപ്പോൾ രേഷ്മ ബാബു കൂടി ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടാണല്ലോ കോടതി അത് പരിഗണിച്ചതും ജാമ്യം നൽകിയതും. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതായത് തടവുകാർക്ക് വക്കാലത്ത് പിടിക്കുന്ന തരത്തിൽ ബോബിയുടെ പെരുമാറ്റം എന്തുകൊണ്ട് കോടതി ഇത്രമേൽ ഗൗരവത്തിൽ ഈ വിഷയത്തെ എടുത്തു? ശരി ജിജീഷ്, ഈ ചോദ്യത്തിന് മറുപടി. അതീവ ഗൗരവത്തിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് സമാനമായ ഒരു സംഭവങ്ങൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ കോടതി വിധികളെ മാനിക്കാത്ത തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കുന്നത് അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല, ന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോടതി അതിവേഗത്തിലുള്ള ഒരു ഇടപെടൽ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ തന്നെ കോടതി പരിസരത്ത് നാടകീയ രംഗങ്ങൾക്ക് കോടതിക്ക് പുറത്തും സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരെന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തെ അവിടെ എത്തിച്ചിരുന്നു. അവർ പ്ലക്കാർഡുകൾ എന്ത് ചെയ്യാണ് എത്തിച്ചത്. ഇന്നും വലിയ തോതിൽ ആരാധകരെ എന്ന നിലയിൽ ആളുകൾ അവിടെ എത്തിയില്ല എങ്കിൽ പോലും മെൻസ് അസോസിയേഷൻ, പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ എന്ന് അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയുടെ ഭാരവാഹികളായ ആളുകൾ ഇന്ന് അവിടെ എത്തി. അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപ്പുറം ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ വ്യക്തി ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ആ വ്യക്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ആ പ്രഖ്യാപനങ്ങൾ നടത്തിയ ശേഷം ആ വ്യക്തി തന്നെ നിയമത്തിന് അതീതനാണ് എന്ന് സ്വയം കരുതുന്നതായ തോന്നലുകൾ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് സമാനമായ രീതിയിൽ മറ്റു ചില ആളുകൾ കൂടുതൽ ആളുകൾ പെരുമാറുന്നതിനും അത് നിയമവ്യവസ്ഥയെ താളം തെറ്റിക്കുന്നതിനും ഇടയാക്കുമെന്ന് കൃത്യമായ ഒരു ചിന്താഗതി കോടതിക്ക് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ഇങ്ങനെയൊരു ഇടപെടലിന് കോടതി തയ്യാറായത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് മറ്റ് ആളുകൾ കൂടി പാഠമാവുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പെട്ടെന്ന് ജയിൽ മോചിതനായി പോകുക എന്നത് മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന നടപടി എന്ന് പറയുന്നത്. കോടതിയിൽ അവിടെ ജയിലിൽ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കിയാൽ പിന്നീടുള്ള ദിവസങ്ങളിലും ബോബി ചെമ്മണ്ണൂരിന് ആ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നടപ്പാക്കാനോടും അല്ലെങ്കിൽ ജയിലിൽ തന്നെ തുടരുന്നതിനോടും ബോബി ചെമ്മണ്ണൂരിന് താല്പര്യമുള്ള കാര്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ജയിലിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വീണ്ടും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി ജാമ്യം റദ്ദാക്കും. പിന്നീട് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ എത്രമാത്രം നടത്തിയാലും അത് അതിവേഗത്തിൽ വിജയിക്കില്ല. മറ്റ് മേൽക്കോടതികളെ അപ്പീലുകളുമായി സമീപിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും എല്ലാം ചെയ്യും. കാരണം ലഭിച്ചിരിക്കുന്ന ജാമ്യമാണ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ വേഗത്തിൽ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതും. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം അടക്കം വെച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായി വിമർശിച്ച് കടുപ്പിച്ച് ഹൈക്കോടതി ഇന്നലെ പുറത്തിറങ്ങാത്തത് എന്തുകൊണ്ട്? കൃത്യമായ മറുപടി വേണം, നിരുപാധികം മാപ്പ് പറയണം, നിങ്ങൾ നിയമത്തിന് മുകളിലാണോ എന്ന ചോദ്യം വരെ ഉന്നയിക്കുന്നു കോടതി. ഏതായാലും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം കോടതി എടുക്കുന്നു. 1:45 ഹൈക്കോടതി ഇതേ വിഷയം വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ വാർത്താസമ്മേളനം മാറ്റി. കോടതിയുടെ നടപടി അറിഞ്ഞ ശേഷം വാർത്താസമ്മേളനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. തൃശ്ശൂരിലാണ് വാർത്താസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂറൊപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ഈ ഇന്നലെ ജാമ്യം കിട്ടി, പക്ഷെ പുറത്തിറങ്ങിയില്ല. തടവുകാരുടെ വക്കാലത്ത് പിടിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കോടതി ഇന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ ഇറങ്ങി ഓടി ജാമ്യം വാങ്ങി.
അതുപോലെ തന്നെ പിന്നാലെ ഒരു വാർത്താ സമ്മേളനം നടത്തി അടുത്ത ഷോയ്ക്കായിരുന്നു ശ്രമം. പക്ഷേ അതും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതായത് ഏതാണ്ട് 11:30 കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഔദ്യോഗികമായി അത്തരത്തിൽ തനിക്ക് വാർത്താ സമ്മേളനം നടത്തണമെന്ന് അതിന് ഭാരവാഹികളെ അറിയിച്ചത്. 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനം. ഇതനുസരിച്ചുകൊണ്ട് തന്നെ പ്രസ് ക്ലബ് ഭാരവാഹികൾ ഔദ്യോഗികമായി എല്ലാ മാധ്യമങ്ങളെയും ഇത് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഏതാണ്ട് 11:45 കൂടി തന്നെ എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തിക്കുകയും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്താ സമ്മേളനത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അതിനാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. ഏതാണ്ട് 11:50 കൂടി തന്നെ പ്രസ് ക്ലബ് ഭാരവാഹികളെ അറിയിക്കുന്നു, ഈ വാർത്താ സമ്മേളനം മാറ്റുകയാണ്. വൈകുന്നേരം 4 മണിയിലേക്ക് അത് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയിക്കുന്നു. ഈ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1:45 വീണ്ടും ഈ വിഷയം പരിഗണനയിലെടുക്കുന്നതുകൊണ്ട് തന്നെ കോടതിയുടെ നടപടികൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നാടകീയത സൃഷ്ടിക്കുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള വിവരം അനുസരിച്ച് 4 മണിക്ക് തൃശ്ശൂരിൽ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണും, പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, വൈകിട്ട് 4 മണിയോടെ ബോച്ചയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 1:45 കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകും വരാനിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇന്ന് പ്രത്യേകമായി കേസ് പരിഗണിക്കുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി തയ്യാറായത്. ഹൈക്കോടതി ജാമ്യ ഉത്തരവ് പുറത്തുവന്ന ഇന്നലെ വൈകിട്ട് മുതൽ ബോബി തടവിൽ കഴിഞ്ഞ കാക്കനാട് ജില്ലാ ജയിൽ പരിസരത്ത് നാടകീയ രംഗങ്ങളായിരുന്നു. രാവിലെ 10 മണിയോടെ തന്നെ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ജാമ്യം ലഭിച്ചിട്ടും പ്രതി പുറത്തിറങ്ങാൻ തയ്യാറാകാതെ മറ്റു ചില ആവശ്യങ്ങൾ ഉയർത്തി ജയിലിൽ തുടരാൻ തീരുമാനിച്ചതും ജയിലിന് പുറത്ത് ആരാധകരെന്ന പേരിൽ ആൾക്കൂട്ടം സംഘടിച്ചതും നിരീക്ഷിച്ച ഹൈക്കോടതി വീണ്ടും ഇന്ന് രാവിലെ തന്നെ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ നടപടികൾ ഭയന്നത്. അതുവരെ ഇന്ന് പുറത്തിറങ്ങുന്നതിൽ വ്യക്തത വരുത്താതിരുന്ന ബോബി ചെമ്മണ്ണൂർ ബോണ്ട് ഒപ്പിടാനും ജയിൽ നടപടികൾ പൂർത്തിയാക്കാനും സഹകരിച്ചു. നിസ്സാര കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാതെ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് തന്റെ ശ്രമങ്ങളെന്നും കോടതി ലക്ഷ്യമൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5,000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് ജയിൽ പരിസരത്തെത്തിയത്. ഏതാനും സ്ത്രീകളും ആരാധകരായി എത്തി. ബോബി ജയിൽ മോചിതനായതിനു ശേഷം എത്തിയ ഓൾ കേരള മെൻസ് അസോസിയേഷനാണ് പിന്നീട് നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിയത്. പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ, സെക്രട്ടറി ജീമോൻ കല്ലുപുരക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജയിൽ മോചനം പടക്കം പൊട്ടിച്ചാഘോഷിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പടക്കങ്ങൾ പിടിച്ചെടുത്ത പോലീസ് ഇവരെ ഇവിടെ നിന്ന് നീക്കി. റിമാൻഡിലായി 7ാം ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായത്. ഇന്ന് രാവിലെ വരെ ജയിലിന് പുറത്തേക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ മനം മാറ്റം അതിവേഗത്തിലായിരുന്നു. 9:30 തന്നെ ഹൈക്കോടതി പ്രത്യേകമായി ഈ കേസ് പരിഗണിക്കുന്നുവെന്ന് അറിഞ്ഞതോടെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ബോണ്ട് ഒപ്പിടാൻ തയ്യാറായി ബോബി ചെമ്മണ്ണൂർ 10 മണിയോടെ ജയിലിന് പുറത്തേക്ക്. എങ്കിലും നിയമനീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരണം. വനവാസി സ്ത്രീ മരിച്ചു. ഉച്ചക്കുളമൂരിലെ സരോജിനിയാണ് മരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേർന്നു. ശിവദാസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, പറയൂ. കൃഷ്ണരാജ്, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലയോര മേഖലയിൽ താമസിക്കുന്നവരെല്ലാം തന്നെ വലിയ ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. കാരണം കാട്ടാന ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സംഭവം. ഇന്ന് ഒരു വനവാസി സ്ത്രീയാണ് മലപ്പുറം നിലമ്പൂരിൽ മരിച്ചത്. മൂത്തേടം കോളനിയിലെ ഉച്ചക്കുളം ഊരിലെ വനവാസി സ്ത്രീയായ സരോജിനിയാണ് മരിച്ചത്. 50 വയസ്സാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കാട്ടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇവർ പോയതായിരുന്നു. അതായത് മലയോര മേഖല. ശരി ശിവദാസ്, വരാം. ഈ പത്തനംതിട്ട പോക്സോ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു.
തത്സമയം. പന്തളം പോലീസ് സ്റ്റേഷൻ, പത്തനംതിട്ട ജില്ലയിൽ ഒരു കേസ് നമ്മൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് ട്രിവാൻഡ്രം റൂറൽ കല്ലമ്പലം ആയതിനാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്കൊരു 60 പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇതുവരെ 49 പ്രതികൾ അറസ്റ്റായിട്ടുണ്ട്. മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലേറ്റസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ പ്രതി ചെന്നൈയിലായിരുന്നു. അയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്ലമ്പലത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കേസിലെ പ്രതിയെയും അവിടെ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രതികളെ കിട്ടാനുണ്ട്. ആ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലിരിക്കുന്ന കേസായതിനാൽ ഇതിൻ്റെ കേസ് ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിനെ ബാധിക്കും എന്നുള്ള നിലയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ പ്രോംപ്റ്റായിട്ടുള്ളൊരു അന്വേഷണം, പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൃത്യമായി സമയബന്ധിതമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നമ്മളുടെ ബഹുമാനപ്പെട്ട DIG അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് സാറിൻ്റെ VG വിനോദ് കുമാർ അവരുടെ നിർദ്ദേശാനുസരണം എല്ലാ ഭാഗങ്ങളും കേസിൻ്റെ അന്വേഷണത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രതികളുടെ പെൻഡിങ് ആയിട്ടുള്ള അറസ്റ്റും എത്രയും പെട്ടെന്ന് തീർക്കും. കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും നമുക്ക് 9 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. 2 പ്രതികൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ 2 പ്രതികൾക്ക് LOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ലുക്കൗട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. ഏറ്റവും പ്രൈമറി ആയിട്ടും അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആയിട്ട് നമ്മൾ കാണുന്ന വിഷയം അതിജീവിതയുടെ അതിനെ എങ്ങനെ നമ്മൾ അതിന് കൂടുതൽ സംവിധാനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, എല്ലാ സംരക്ഷണവും കൊടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ വേണ്ട എല്ലാ വെൽഫെയറും സർക്കാർ തലത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, കുഴപ്പങ്ങളുമില്ല. അത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന വിവരം തെറ്റാണ്. 60 പ്രതികളെയാണ് ഇപ്പോൾ നമ്മളുടെ കേസുകളിലേക്ക് ഉള്ളത്. അതിൽ ഈ 9 പ്രതികൾ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഒരു കേസിൽ തന്നെ 2 പ്രതികളായിട്ടുള്ള കേസുകളും ഉണ്ട്. അല്ല, 2 കേസുകളിൽ ഒരേ പ്രതികളായിട്ടുള്ളവരും ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ളത് 5 പേരാണുള്ളത്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അവരെ JJBയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ അതിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം വളരെ നല്ല സ്പീഡി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാനില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 60 പ്രതികൾ, അതിൽ 5 പേർ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇനി 9 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. പത്തനംതിട്ട പീഡന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട DYSP നന്ദകുമാറാണ് മാധ്യമങ്ങളെ കണ്ടത്. അതേസമയം പത്തനംതിട്ട പോക്സോ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. പെൺകുട്ടിയുടെ നാട്ടുകാരനും സഹപാഠിയുമാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 46 കേസിലാകെ 58 പേരാണ് പ്രതികൾ. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേർന്നു. മിഥുൻ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. 60 പേരാണ് പ്രതികളെന്നാണ് അല്പം മുമ്പ് DYSP പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ പറയൂ. ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിച്ചിരിക്കുകയാണ് 60 പ്രതികളാണുള്ളത്. നേരത്തെ 64 പ്രതികൾ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസ് അതിലൊരു പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 60 പ്രതികൾ, ഒരേ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 ആളുകളൊക്കെയുണ്ട്. അങ്ങനെ 60 പ്രതികളാണ് കേസിൽ ആകെ ഉള്ളത് എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട DYSP S നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 5 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം ഇവരെ ഏത് രീതിയിലാണ്
നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് അത് കൈമാറിയിട്ടുണ്ടെന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പിടികൂടാനുള്ള പ്രതികളിൽ 2 പേർ വിദേശത്തുണ്ട്. ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു കേസിൽ പ്രതിയുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതിന്റെ നടപടികളും അവിടെ ആ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ നിലവിൽ 4 സ്റ്റേഷനുകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 സ്റ്റേഷനുകൾ പത്തനംതിട്ട, ഇലവുംതിട്ട, പന്തളം, മലയാലപ്പുഴ ഇങ്ങനെ 4 സ്റ്റേഷനുകളിലായിട്ടാണ് ഇപ്പോൾ 46 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇവരെ പറ്റിയുള്ള എല്ലാ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് നടപടികൾ അടുത്ത ദിവസങ്ങളിൽ, ഒരു മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും. ഇവരെ വിളിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലുള്ള പലരെയും സ്റ്റേഷനിലേക്ക് സറണ്ടർ ആകാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ സ്റ്റേഷനുകളിൽ നേരിട്ടെത്തി സറണ്ടർ ആകുന്നുണ്ട്. മറ്റ് 2 പേർ, ഒരാൾ ചെന്നൈയിലുണ്ട്, അയാളെയും നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു. മിഥുൻ, അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റിലായവരുടെ എണ്ണം 51 ആയിട്ടുണ്ടാവണം. ഇനി 9 പ്രതികൾ കൂടി എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. കൃഷ്ണാജി, നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും പലരും പല സ്റ്റേഷനുകളിലും സറണ്ടർ ആകുന്നതുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും പല സ്റ്റേഷനുകളിലും ഈ 4 സ്റ്റേഷനുകളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് സ്റ്റേഷനുകളിലായിട്ട് പുരോഗമിച്ചു വരുന്നുമുണ്ട്. 60 പ്രതികൾ ആകെയുണ്ട്. അപ്പോൾ ഈ നടപടികൾ, കസ്റ്റഡിയും ചോദ്യം ചെയ്യലുകളും ഒക്കെ പുരോഗമിച്ചു വരുന്നവരുടെ അറസ്റ്റുകളും രേഖപ്പെടുത്തി വരുമ്പോൾ ഈ മണിക്കൂറുകളിലും പലരും പല സ്റ്റേഷനുകളിലും കസ്റ്റഡിയിലുണ്ട്. അവരുടെ അറസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ 9 പ്രതികൾ, ഇനി 54, അതിനുശേഷം പിന്നെ വിദേശത്തുള്ള പ്രതികളടക്കമുള്ള ആളുകൾ, അങ്ങനെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. എത്രയും വേഗം തന്നെ മുഴുവൻ പ്രതികളെയും അറസ്റ്റിൽ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി. പത്തനംതിട്ട പോക്സോ കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഒരാൾ നാട്ടുകാരൻ, ഒരാൾ സഹപാഠി. ആകെ 60 പ്രതികളെന്ന് ഡിവൈഎസ്പി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരം. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ആന്തരിക അണുബാധയുണ്ടെന്ന് കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്ന് രാവിലെയാണ് ഈ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച ഈ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും കുഞ്ഞിന് അണുബാധയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായുമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അതേസമയം കുഞ്ഞിന് കൃത്യമായ സമയത്ത് ചികിത്സ ലഭ്യമാക്കിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിദഗ്ധ സംഘം നിർദ്ദേശിച്ച ചികിത്സ കുഞ്ഞിന് ലഭ്യമാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് കുഞ്ഞിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞിനിപ്പോൾ 2 മാസവും ഏതാണ്ട് ഒരാഴ്ചയും പ്രായമായിട്ടുണ്ട്. കുഞ്ഞുമായി എല്ലാ ദിവസവും ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് ഇവർ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എല്ലാ ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിട്ടും ഒപ്പം എന്ത് രീതിയിലുള്ള ചികിത്സ, എങ്ങനെയുള്ള ചികിത്സയാണ് കുഞ്ഞിന് നൽകുന്നത്, ഇക്കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല. ആരോഗ്യ വകുപ്പിൽ നിന്നോ ഒന്നും തന്നെ കൃത്യമായി ഇത്തരത്തിൽ ഒരു കാര്യവും മാതാപിതാക്കളെ ഒന്നും അറിയിക്കുന്നില്ല എന്നാണ് ഇവർ കുറെ നാളുകളായി ആരോപിക്കുന്നത്. ഒപ്പം തന്നെ കുഞ്ഞിനെ മലർത്തി കിടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കഴിയുന്നില്ല. കുഞ്ഞ് കരഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾ ഈ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായിട്ടും അത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കുട്ടിയാണ്. ശരീരഭാഗങ്ങൾ, അതായത് കൈയും കാലും ഒന്നും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുഞ്ഞിപ്പോഴുള്ളത്. ഗുരുതരമായ അണുബാധ ഉണ്ട്. ഒപ്പം തന്നെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, കണ്ണ് തുറക്കാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുഞ്ഞുള്ളത്. 72 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യനിലയെ പറ്റി എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുഞ്ഞിന് എല്ലാവിധ ചികിത്സയും ലഭ്യമാകുന്ന രീതിയിലുള്ള എല്ലാവിധ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട് എന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, ശരി. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. BJP സംസ്ഥാന കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് തുടങ്ങി. പുതിയ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ യോഗം ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയാകും. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്.
എന്തൊക്കെ ചർച്ചയ്ക്ക്? പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ BJP തന്ത്രങ്ങൾ മെനയും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു സംഘടനാ സീറ്റുകൾ വീതം വയ്ക്കുക തദ്ദേശ തലത്തിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, NDAയുടെ കോർ കമ്മിറ്റി യോഗങ്ങൾ വിളിക്കുക എന്നീ തരത്തിലുള്ള സംഘടനാ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക ഈ കോർ കമ്മിറ്റിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിർണായകമായ BJP ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നത് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ 4ആയി വിഭജിച്ചുകൊണ്ടുള്ള ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംഘടനാതല ചർച്ചകളുമായി കോർ കമ്മിറ്റി യോഗത്തിൽ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളുമാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുന്നു. പുതിയ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ്, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, ഇതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. നിലപാട് മയപ്പെടുത്തി സമസ്ത നേതാക്കൾ, ഐക്യത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, കഴിഞ്ഞ കുറച്ചു നാളുകളായി സമസ്ത ലീഗ് തർക്കം പല തലത്തിൽ എത്തി നിന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് നിലപാട് വല്ലാതെ മയപ്പെടുന്നു? കഴിഞ്ഞ ദിവസം ഈ സമസ്തയും മുസ്ലിം ലീഗും നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ച കഴിഞ്ഞ് 24 മണിക്കൂറിനകം തന്നെ ഇരു നേതാക്കളും പരസ്പരം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ഈ സമസ്ത സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇത്തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയിൽ ഈ സമവായ നീക്കമൊന്നുമല്ല ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്തത്. താൻ ഈ ലീഗിലെ അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊന്നും തന്നെ മാപ്പ് പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, താൻ അള്ളാഹുവിനോട് മാത്രമേ മാപ്പ് പറയൂ എന്നതടക്കമുള്ള പ്രസ്താവന ഈ ഉമർ ഫൈസി മുക്കം നടത്തിയിരുന്നു. ഈ വിഷയം ഇതാണ് ഈ ലീഗിനെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യമായി ഈ തങ്ങളോട് കൂടിക്കാഴ്ചയിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ. എന്നിട്ട് പരസ്യമായി അതെന്തുകൊണ്ട് അവർ പറയാൻ തയ്യാറാകുന്നില്ല, അത് തങ്ങൾക്കൊരു അപമാനമാണ് എന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു ലീഗ് നേതാക്കളുടെ ഒരു പ്രതികരണം. ഇതോടെ ഈ സമസ്ത ലീഗ് ബന്ധം വലിയ രീതിയിലേക്ക് വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമുണ്ട്. ഇവരൊക്കെ തന്നെ ഇതൊരു ലീഗ് വിരുദ്ധർ ഇതൊരു ആയുധമാക്കി എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു. വലിയ രീതിയിലേക്കുള്ള ചർച്ചയിലേക്കൊക്കെ തന്നെ സാഹചര്യം കടന്നപ്പോഴാണ് തങ്ങളുടെ നിലപാട് മയപ്പെടുത്തണം എന്നൊരു നീക്കത്തിലേക്ക് ഈ സമസ്ത നേതാക്കളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇട്ടിരിക്കുന്ന ഈ കുറിപ്പ്. അതായത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, തുടർന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് ആ കുറിപ്പിൽ പറയുന്നത്. ഇത്തരത്തിൽ സമവായ ചർച്ചകൾ നടത്തണം, തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ചർച്ചയിലൂടെ പരസ്പരം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം കൃത്യമായി തന്നെ പരിഹരിക്കണമെന്ന് കൂടിയാണ് ആ കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല ഈ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സംസ്ഥാന മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണ് എന്നവർ കൃത്യമായി തന്നെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഈ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവനയിൽ ലീഗിൽ വലിയൊരു അതൃപ്തി രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും സമസ്ത തങ്ങളുടെ നിലപാട് മയപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൃഷ്ണരാജ് കുമാർ. ശരി, ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. പെരിയ കേസിൽ വീണ്ടും CPM പണപ്പിരിവ്. പാർട്ടി അംഗങ്ങൾ 500 രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശം. സർക്കാർ ജോലിക്കാരും സഹകരണ സംഘങ്ങളിൽ ജോലിയുള്ളവരും ഒരു ദിവസത്തെ ശമ്പളം നൽകണം. സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പണപ്പിരിവ്. ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന CPM പ്രവർത്തകർക്കായുള്ള നിയമ നടപടികൾക്കടക്കമാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ പണപ്പിരിവ്. പാർട്ടി അംഗങ്ങളിൽ നിന്നാണ് പണപ്പിരിവ് നടത്തുന്നത്. 2 കോടിയോളം രൂപ ഇങ്ങനെ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലയിൽ 28,970 പാർട്ടി അംഗങ്ങളാണ് ഉള്ളത്. ഓരോ അംഗവും 500 വീതം നൽകിയാൽ 1,40,00,000 രൂപയാകും. സഹകരണ സ്ഥാപനങ്ങളിലടക്കം ജോലി ചെയ്യുന്നവർ നൽകുന്നത് കൂട്ടിയാൽ 2 കോടിയിലധികം രൂപയാകും. പണം ഈ മാസം 20-നകം ശേഖരിച്ചു നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് നിർദ്ദേശം ലഭിച്ചത്. പല ഏരിയ കമ്മിറ്റികളും ഫണ്ട് സമാഹരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികൾക്കാണ് CBI കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ഇതിൽ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് കൊലപാതക കേസിലെ പ്രതികൾക്കായി CPM പണപ്പിരിവ് നടത്തുന്നത്. 2021 നവംബർ ഡിസംബർ മാസങ്ങളിലും പാർട്ടി അംഗങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചിരുന്നു. ജനം, കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പടനായകനെന്ന് വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ട്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെന്നും പാടവും പറമ്പും കേരമൊക്കെയും പടക്കളമെന്നും പുകഴ്ത്തൽ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് പാട്ട് തയ്യാറാക്കിയത്. വ്യക്തി ആരാധന പാട്ട് ഇതിനോടകം വിവാദത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി സമരധീര 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 സാരഥി പിണറായി വിജയൻ. കാവലാൾ എന്ന് തുടങ്ങുന്ന 5 മിനിറ്റും 27 സെക്കൻഡും ദൈർഘ്യമുള്ള ഗാനം മുഴുവനും പിണറായിയുടെ വാഴ്ത്തുപാട്ടാണ്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെന്നും പാടവും പറമ്പും കേരളമൊക്കെയും പടക്കളമെന്നും ഫിനിക്സ് പക്ഷിയുമെന്നുമൊക്കെ നിലയ്ക്കാത്ത പിണറായി വാഴ്ത്തലുകളാണ് പാട്ടിൽ ഉടനീളം. വിപ്ലവത്തിൻ പാതകളിൽ ദുരിതപൂർണ ജീവിതം കുടുംബബന്ധമൊന്നിലും തടസ്സമല്ലതോർക്കണം. സമരജ്വാലയിലെ പഠനകാലമാകെയും വിവാദ തിരുവാതിരപ്പാട്ടായ കാരണബോധത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ടുമായി എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഇടതനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥരാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേന രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയത്. പിണറായി വാഴ്ത്തലിന് പിന്നിൽ സംഘടനയിലെ ചേരിപ്പോരാണ് എന്നാണ് അടുക്കള ഭാഷ്യം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭരണസമിതിയുടെ തലപ്പത്തുള്ള P ഹണിക്കാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ. ഈ പിന്തുണ ഉറപ്പിക്കാനാണ് ഗാനം തയ്യാറാക്കിയതെന്നും അടക്കം പറച്ചിലുകളുണ്ട്. പാട്ടുപുറത്തായതോടെ പാർട്ടിയിലെ പിണറായി വിരുദ്ധരും പ്രതിഷേധമുയർത്തുന്നുണ്ട്. ഇനി അറിയേണ്ടത് നാളെ നടക്കുന്ന ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാഴ്ത്തുപാട്ട് ഉയർന്നു കേൾക്കുമോ ഇല്ലയോ എന്നാണ്. ജനം, തിരുവനന്തപുരം. കോൺഗ്രസ് വിമതരെ ഒപ്പം നിർത്താനുള്ള PV അൻവറിന്റെ നീക്കം തുടക്കത്തിലെ പാളി. പാലക്കാട്ടെ കോൺഗ്രസ് വിമത നേതാവ് AV ഗോപിനാഥിനെ അൻവർ നേരിൽ കണ്ടെങ്കിലും അൻവറിന്റെ ക്ഷണം അദ്ദേഹം നിരസിച്ചു. UDF-നൊപ്പം നിൽക്കുന്ന ഒരു പരിപാടിക്കും താനില്ലെന്ന് ഗോപിനാഥ് വ്യക്തമാക്കി. ഇന്നലെ രാവിലെ AV ഗോപിനാഥിന്റെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വീട്ടിലെത്തിയാണ് PV അൻവർ സന്ദർശനം നടത്തിയത്. MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തതിന് പിന്നാലെയാണ് AV ഗോപിനാഥിനെ പാർട്ടിയിലേക്ക് PV അൻവർ ക്ഷണിച്ചത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിലേക്കും UDF-ലേക്കുമുള്ള PV അൻവറിന്റെ ക്ഷണം AV ഗോപിനാഥ് നിരസിച്ചു. അൻവറിൻ്റേത് വലിയ പദ്ധതികളാണെന്നും എന്നാൽ UDF-നൊപ്പം നിൽക്കുന്ന ഒരു പരിപാടിക്കും താൻ ഇല്ലെന്നും ഗോപിനാഥ് വ്യക്തമാക്കി. ഒന്നിച്ചിരുന്ന് നമുക്ക് മുന്നോട്ട് പോകണം. മാറി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരെയും യോജിപ്പിച്ചു നമുക്ക് UDF-ന് വലിയൊരു അംഗീകാരം കിട്ടും എന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞു. ഞാൻ അത്തരം നീക്കത്തിന്റെ കൂടെ സഹകരിക്കാൻ തയ്യാറില്ല, പറ്റില്ല എന്നും പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കി നമുക്ക് ഒന്നിച്ചു പോകാം, എന്നിട്ട് UDF-ലേക്ക് പിന്തുണ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാന്നാ പറഞ്ഞു. ഞാൻ UDF-ൽ പിന്തുണ നൽകാനുള്ള നീക്കത്തിൽ ഞാനില്ല എന്ന്. കോൺഗ്രസ് വിട്ട ശേഷം പെരിങ്ങോട്ടുകുറിശ്ശി വികസന മുന്നണി രൂപീകരിച്ച AV ഗോപിനാഥ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-മായി ചേർന്ന് പ്രവർത്തിക്കാനാണ് പദ്ധതിയിടുന്നത്. ജനം, പാലക്കാട്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ വീണ്ടും PV അൻവർ.
വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും PV അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യത്തിൽ അത് അറിയാത്തതുകൊണ്ട് പറയാം. അദ്ദേഹം ഈ നാട്ടിൽ വളരെ കുറവാണല്ലോ. വല്ലപ്പോഴൊക്കെ വരുമ്പോഴുള്ള ഈ ആളുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. സത്യാവസ്ഥ അയാൾക്ക് ബോധ്യമില്ലാത്തത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന പേരിനു മാത്രം. വയനാട് ജില്ലയിൽ ഒരു വർഷത്തിനിടെ ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ മാത്രമാണ്. ടൺ കണക്കിന് മരുന്ന് വിതരണം നടക്കുന്ന തിരുവനന്തപുരത്ത് 50 തവണ പരിശോധന നടത്തിയെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടർ മറുപടി നൽകി. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് കിട്ടി. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് മരുന്നുകളിലെ ഗുണനിലവാര പരിശോധന. ഗുരുതരമായ രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾ പോലും കൃത്യമായ പരിശോധന നടത്താതെയാണ് വിതരണം ചെയ്യുന്നത്. ശിശുമരണ നിരക്കിൽ ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന വയനാട് ജില്ലയിൽ 2023-24 വർഷം ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ മാത്രം. ടൺ കണക്കിന് മരുന്ന് വിതരണം നടക്കുന്ന തിരുവനന്തപുരത്ത് എത്ര സാമ്പിളുകൾ പരിശോധിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമല്ല. മാർച്ച് 50 തവണ പരിശോധന നടത്തിയെന്നാണ് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ മറുപടി. പാലക്കാട് 174, കോഴിക്കോട് 274, കാസർഗോഡ് 169, കൊല്ലം 221, കോട്ടയം 35 തവണ, കണ്ണൂർ 171 സാമ്പിളുകൾ, പത്തനംതിട്ട 86, ഇടുക്കി 19 എന്നിങ്ങനെയാണ് സാമ്പിൾ പരിശോധനയുടെ കണക്കുകൾ. കൃത്യമായ പരിശോധന നടത്താത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷി നേടുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് തന്നെ പലതവണ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതല്ലാതെ തുടർ നടപടികളൊന്നുമില്ല. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തി ഗുണനിലവാര പരിശോധന നടത്തുന്നത്. വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് നിർത്തിവെക്കുന്നത് വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം. വിതരണത്തിന് മുൻപ് എല്ലാ മരുന്നുകളുടെയും സാമ്പിൾ പരിശോധന നടത്താൻ കേന്ദ്രീകൃത സംവിധാനം ഒരുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷം. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ മരുന്നില്ലെന്ന പരാതിയുമായി രോഗികൾ രംഗത്തെത്തി. മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രശ്നത്തിൽ ഇടപെടാതെ നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ മരുന്നിനായി രോഗികൾ നെട്ടോട്ടത്തിലാണ്. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയവരിൽ പകുതി പേരും മരുന്നില്ലാത്തത് മൂലം പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ്. മാത്രമല്ല, ന്യായവില സ്റ്റോറിൽ ഗൂഗിൾ പേ സംവിധാനം ഇല്ലാത്തതും പ്രതിസന്ധിയാണെന്ന് മരുന്ന് വാങ്ങാനെത്തിയവർ പറയുന്നു. ഞാൻ ഈ ഓക്സിജൻ മാസ്കിന്റെ സാധനം വാങ്ങുന്നത് അത് ഇവിടെ അല്ല. ഇവിടെ പിന്നെ GPay സൗകര്യമില്ല. എൻ്റെ അതേ ഉള്ളൂ താനും ഇല്ല. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൗകര്യം ഇല്ലാന്ന്. എപ്പോഴും കയ്യിൽ പൈസ വെക്കാൻ പറ്റൂലല്ലോ. ഞാനിവിടെ ഇത് ന്യായവില എന്ന് വിചാരിച്ചിട്ട് കയറി നോക്കിയതാണ്. പക്ഷെ അതിവിടെ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ATM കൊണ്ടല്ലല്ലോ നടക്കുന്നത്. അത് പെട്ടെന്ന് നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി വേഗം പുറത്തേക്ക് പോകും, പുറത്തുനിന്ന് വാങ്ങും. മരുന്ന് വിതരണക്കാർ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയിട്ട് ഇന്നേക്ക് 5 ദിവസം. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക 80 കോടി രൂപയിലധികമായതോടെയാണ് മരുന്ന് വിതരണം നിർത്തിയത്. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ അത് പ്രതിസന്ധിയാക്കുന്നത് ആശുപത്രിയിലെ സാധാരണക്കാരെയായിരിക്കും. ജനം, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര കൃത്യവിലോപമെന്ന് ആരോപണം. കൂട്ടിരിപ്പുകാരെ കൊണ്ട് രോഗിയുടെ മുറിവുകൾ ഡ്രസ് ചെയ്യിപ്പിക്കുന്നതായി പരാതി. പട്ടാമ്പി സ്വദേശി സൈഫുദ്ദീനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഭാര്യാപിതാവിൻ്റെ കാലിലെ മുറിവ് ഡ്രസ് ചെയ്യാൻ ആശുപത്രി അധികൃതർ തന്നോട് തന്നെ പറഞ്ഞതായി സൈഫുദ്ദീൻ പരാതിപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുൽ കരീം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സയ്ക്കിടെ കാലിലെ പഴുപ്പ് മൂർച്ഛിച്ചതോടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ രോഗിയായ അബ്ദുൽ കരീമിന്റെ മുറിവിൽ ഡ്രസ് ചെയ്യാൻ ആശുപത്രി അധികൃതർ തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് കൂടെയുണ്ടായിരുന്ന ബന്ധുവിന്റെ പരാതി.
ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. അവർ ഇന്ന് തന്നെ ചെയ്തു വന്ന് അവർ നമ്മളെല്ലാം ഏൽപ്പിക്കുക. അവരുടെ ഡ്യൂട്ടി അവർക്ക് വീട്ടിൽ പോകണം. ഡ്രസ്സിങ് വേറെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഡ്രസ്സിങ് അവരിതൊക്കെ ഈ മുറിവുള്ളതൊക്കെ ചോദിച്ചു നോക്ക്. ഈ 14-ാം വാർഡിലൊക്കെ ഒന്ന് വന്ന് നോക്ക് നിങ്ങൾ. വലിയ മെയിൻ ഡോക്ടർ വരുമ്പോൾ ഇവർ പിന്നാലെ കുറേ ബുക്കും. ഇവിടെ ഉള്ളത് നേപ്പാളി, ബംഗാളി, മറ്റേ ഹിന്ദി, ഗുജറാത്തി, തെലുങ്ക്, ഇതൊക്കെയാണ് ഡോക്ടർമാർ. ഇവർക്ക് ഈ മലയാളം അറിയുള്ളൂ ഈ പെണ്ണുങ്ങൾക്കൊക്കെ. ഇൻഷുറൻസിൽ ലഭിക്കേണ്ട പല മരുന്നുകളും കൃത്യമായി ലഭിക്കാറില്ലെന്നും വൻതുക കൊടുത്ത് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ട ഗതികേടാണെന്നും സൈഫുദ്ദീൻ പറയുന്നു. 7 രൂപയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഷുഗർ സ്ട്രിപ്പിന് ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ വില 20 രൂപയാണ്. മെഡിക്കൽ സ്റ്റോറുകളെ സഹായിക്കാനുള്ള ശ്രമം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നും പരാതിയുണ്ട്. ഈ ഷുഗർ നോക്കുന്ന സ്ലിപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇൻഷുറൻസിൽ നിന്ന് 7 രൂപ 20 പൈസയുള്ളൂ. ആ സാധനം ഒരു വിധമുള്ള ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ആ സാധനം മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ 20 റുപ്യന്. അപ്പോൾ എത്ര റുപ്യ പേര് ലാഭം എടുക്കണത്? കൊള്ളം ജനങ്ങളെ കൊള്ളടിക്കുകയാണ് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോർ മൊത്തം. മരുന്നു കമ്പനികൾ ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയതോടെ ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിലെ പല മരുന്നുകളും ഇതിനോടകം തീർന്നു. ഇനി അവശേഷിക്കുന്നത് ഏതാനും ചില മരുന്നുകൾ മാത്രം. അതുകൂടി തീർന്നാൽ രോഗികൾക്ക് മരുന്നിന് ആശുപത്രിക്ക് പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരും. ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോഴും മരുന്ന് വിതരണം നിർത്തിവെച്ചിട്ടും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വിഷയത്തിൽ പ്രതികരണമുണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്. കണ്ണൂർ പിണറായിയിൽ ദേവസ്വം ഭൂമി കയ്യേറി റെസ്റ്റ് ഹൗസ് പണിയുന്നതിനെതിരെ പരാതിയുമായി ദേവസ്വം ഊരാളൻ രംഗത്ത്. കേളാലൂർ ദേവസ്വത്തിന് വേണ്ടി 2ാം ഊരാളനായ അടിമനയില്ലത്ത് ദാമോദരൻ നമ്പൂതിരിയാണ് പരാതി നൽകിയത്. കലക്ടർക്കും പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമാണ് പരാതി നൽകിയത്. കേളാലൂരിലെ 1.8 ഏക്കർ ദേവസ്വം ഭൂമിയിലാണ് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നത് എന്നാണ് പരാതി. പാതിരിയാട് വില്ലേജിലെ 151-ാം നമ്പർ ബ്ലോക്കിൽപ്പെട്ട 104 സർവേ നമ്പറിൽ 19 ഏക്കറോളം ഭൂമി കേളാലൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിലുൾപ്പെട്ട സ്ഥലത്താണ് ഈ നിർമ്മാണം എന്നുമാണ് ദേവസ്വത്തിന്റെ പരാതി. ദേവസ്വം ഊരാളന്മാരെ അറിയിക്കാതെ സ്ഥലം പുറമ്പോക്കായി പ്രഖ്യാപിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം പണിയുന്നത് എന്നും പരാതിയിൽ പറയുന്നു. കോഴിക്കോട് മേഖല പുരാവസ്തു വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖയിൽ സ്ഥലം ദേവസ്വം ഭൂമിയാണെന്നതിന് തെളിവായി അടങ്കലുണ്ടായിരിക്കെയാണ് രേഖകളൊന്നുമില്ലാതെ പുറമ്പോക്കാണെന്ന് സ്ഥാപിച്ച് സ്ഥലം കയ്യേറിയതെന്ന് ഊരാളൻ പറയുന്നു. പരാതിയിൽ ഈ പറയുന്ന സ്ഥലം നമ്മളെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ഞങ്ങൾ അറിയാതെയാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളതായ പണി നിർത്തിവെക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കളക്ടർക്കും കൊടുത്തിട്ടുണ്ട്, PWDക്കും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം കേരള ദേവസ്വത്തിൻ്റെ സ്ഥലമാണെന്ന് നമുക്ക് അത് അന്യാധീനപ്പെട്ടിട്ട് നിൽക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 2024 സെപ്റ്റംബർ 3-നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 5.08 കോടി രൂപ ചെലവിൽ റെസ്റ്റ് ഹൗസിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. പണി ആരംഭിച്ചെങ്കിലും ഇപ്പോൾ 3 മാസമായി നിർമ്മാണം നിലച്ചിട്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും പണി ആരംഭിച്ചപ്പോൾ ദേവസ്വം ഭൂമിയാണെന്നും നിർമ്മാണം നിർത്തിവെക്കണമെന്നും കാണിച്ച് അധികൃതർക്ക് ഊരാളൻ കത്ത് നൽകി. ജനം, കണ്ണൂർ. നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയിൽ നിലപാട് വ്യക്തമാക്കിയ ഹിന്ദു ഐക്യവേദി. നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ജില്ലാ ഭരണകൂടം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പ്രതികരിച്ചു. ഗോപൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്. ഹിന്ദു ഐക്യവേദിക്ക് അത്തരത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ ഒരു സമയത്തും സ്വീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രഖ്യാപിതമായ നിലപാട് ഇക്കാര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നിട്ടുള്ള പരാതികൾ ഉയർന്ന സ്ഥിതിക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഇതിന് ജില്ലാ ഭരണകൂടമാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നടപടികൾ, നിയമപരമായ നടപടികൾ, ആ കുടുംബത്തിനെ കൂടി ഇതിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നത് ഉചിതമാകും എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. ഇതിൻ്റെ മറ്റൊരു വശം, ചില തൽപര കക്ഷികൾ, ചില തീവ്രവാദ സംഘടനകൾ ഇതിൻ്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ ആ സമാധി എന്ന് പറയുന്ന ആ മഹത്തായ ആ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും ചെറുത്ത് തോൽപ്പിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.
വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം പലരും പറയാൻ ശ്രമിച്ചിരുന്നു ഹിന്ദു ഐക്യവേദിയൊക്കെ ഇതിനൊപ്പമാണ് എന്ന്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അടിവരയിട്ട് പറയുന്നു ഹിന്ദു ഐക്യവേദി, അല്ലേ? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ പരാമർശങ്ങൾ പല സ്ഥലത്തുനിന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഹിന്ദു ഐക്യവേദി പറയാത്ത പരാമർശങ്ങൾ ഹിന്ദു ഐക്യവേദി എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ, പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അത് ഈ കുടുംബത്തോടൊപ്പമാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്, കല്ലറകൾ പൊളിക്കാൻ പാടില്ല എന്ന നിലപാട് ഹിന്ദു ഐക്യവേദിക്കുണ്ട് എന്നതടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾ ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് സമ്പാരനാണ് ജനം ടിവിയോട് സംസാരിച്ചത്. ഈ കേസിൽ, അതായത് ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള എന്ത് നടപടികളുണ്ടോ ആ എന്ത് നടപടികൾ ജില്ലാ ഭരണകൂടവും പോലീസും സ്വീകരിക്കുന്നുണ്ടോ അതിനൊപ്പം തന്നെയായിരിക്കും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടും എന്ന് ഹിന്ദു ഐക്യവേദി അറിയിക്കുകയും ചെയ്തു. അതായത് ഈ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള നടപടികൾ, അതിനെ നിയമപരമായി അതിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നിയമത്തിന്റെ വഴിയിൽ, അതായത് മരണം കൊലപാതകമോ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ സമാധിയോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നു, വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിയമത്തിന്റെ വഴി തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും സ്വീകരിക്കുന്നത്. അല്ലാതെ മറ്റ് പുറത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, പുറത്തുനിന്ന് ഹിന്ദു ഐക്യവേദിയുടെ പേരിലായിട്ട് വരുന്ന വ്യാഖ്യാനങ്ങളൊന്നും അത് തങ്ങളുടേതല്ല എന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ സമാധി എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദു ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ സമാധിയാവുന്ന ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ സമാധികൾ നേരത്തെയും സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ പൗത്രമായി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ കാണുന്ന ആ സമാധി എന്ന സങ്കല്പത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ശക്തികൾ, അത് ഇടത് അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ആ സമാധി എന്ന സങ്കല്പത്തെ വികലമാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗോവൻ സ്വാമിയുടെ അല്ലാതെ ഈ സമാധി എന്ന സങ്കല്പത്തെ വികലമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ STP അടക്കമുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അങ്ങനെ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട രംഗത്ത് വന്നിരുന്നു. അതിനെതിരെയാണ്, ആ സമാധി സങ്കല്പത്തിന് എതിരായ പ്രസ്താവനകൾ നടത്തിയതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പരാമർശം ഉണ്ടായത്. അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കല്ലറകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടോ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യത്തിലും ഹിന്ദു ഐക്യവേദി ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ശരി, നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ഹിന്ദു ഐക്യവേദി. നിയമത്തിൻ്റെ വഴിക്ക് പോകണം, ജില്ലാ ഭരണകൂടമാണ് ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടത് എന്നും പറഞ്ഞു വയ്ക്കുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.